പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് പഠിച്ചത്, ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഒരു സംയുക്തമുണ്ട്, ഫ്ലൂറിൻ. സംയുക്തമല്ല, ഇതൊരു തന്മാത്രയാണ്. ഫ്ലൂറിൻ്റെ ഇതൊരു ദ്വയാറ്റോമിക തന്മാത്രയാണ്, ഹോമോ ഡൈ അറ്റോമിക് മോളിക്യൂളാണ്. ഇതിൽ ഷെയർഡ് ഇലക്ട്രോൺ ഇതാണ് പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡി, ഇലക്ട്രോൺ പെയർ. ഈ ഇലക്ട്രോൺ ജോഡിയെ ഈ ന്യൂക്ലിയസും അട്രാക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം, ആകർഷിക്കുമെന്ന് നമുക്ക് അറിയാം. എന്നാൽ ആ ആകർഷണ ബലം തുല്യമായിരിക്കും. കാരണം രണ്ട് ന്യൂക്ലിയസിനും ഒരേ പവറാണ്, അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി തുല്യമാണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ന്യൂക്ലിയസും ഈ ഇലക്ട്രോൺ ജോഡിയെ ഒരേപോലെ അട്രാക്ട് ചെയ്യും, ഒരേപോലെയാണ് ആകർഷിക്കുക. എന്താ കാരണം? ആ രണ്ട് ന്യൂക്ലിയസിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി സെയിം ആണ്, തുല്യമാണ്. എന്നാൽ മറ്റൊരു സംഖ്യ നോക്കുക, HCl. HCl-ല് വ്യത്യസ്ത ആറ്റങ്ങളാണ്, ഡിഫറെന്റ് ആറ്റംസ് ആണ്, ഡിഫറെന്റ് ന്യൂക്ലിയസ് ആണ്. ഇവിടെയും ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് വൺ പെയർ ആണ്. നമുക്കറിയാം ക്ലോറിൻ 287 ആണ്. 1 2 3 4 5 6 7. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയും ഒരു പെയർ ഇലക്ട്രോൺ ആണ് ഇവരും ഷെയർ ചെയ്തത്, ഒരു ജോഡി ഇലക്ട്രോൺ ആണ്. അപ്പോ ഈ ഇലക്ട്രോൺ പെയറിനെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസും അട്രാക്ട് ചെയ്യും, ക്ലോറിന്റെ ന്യൂക്ലിയസും അട്രാക്ട് ചെയ്യും. ബോത്ത് ന്യൂക്ലിയസസ് ആർ അട്രാക്ട് ദിസ് ബോണ്ടഡ് പെയർ ഇലക്ട്രോൺ. ബോത്ത് ന്യൂക്ലിയൈ ആർ അട്രാക്ട് ദിസ് ബോണ്ടഡ് പെയർ ഇലക്ട്രോൺസ്. ഈ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ രണ്ട് ന്യൂക്ലിയസും അട്രാക്ട് ചെയ്യും. എന്നാൽ ഒരേപോലെയാണോ അട്രാക്ട് ചെയ്യുക? നിങ്ങൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഓരോന്നിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജൻ 2.20 ആണ്, ക്ലോറിൻ 3.16 ആണ്. അപ്പൊ ക്ലോറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഹൈഡ്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള, ആകർഷിക്കാനുള്ള കഴിവ് ആർക്ക് കൂടുതലുണ്ട്? ക്ലോറിന് കൂടുതലുണ്ട്. ക്ലോറിൻ ആറ്റം ഹാവിങ് എ ഹയർ electronegativity. This attract the shared pair electrons towards in its nucleus. ക്ലോറിന് കൂടുതൽ കഴിവുണ്ട്, അതുകൊണ്ട് കൂടുതൽ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഹൈഡ്രജൻ അത്രയും കഴിവില്ല. അപ്പോ ഈ ബോണ്ടഡ് പെയർ ഇലക്ട്രോണുകൾക്ക്, ഈ ബന്ധിത ഇലക്ട്രോൺ ജോഡികൾക്ക് ക്ലോറിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ആണ്. ഈ ക്ലോറിൻ ഈ ഇലക്ട്രോണുകളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് കൊണ്ട്, കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ക്ലോറിൻ എന്താ കിട്ടുക? പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ക്ലോറിൻ ഡെവലപ്സ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ക്ലോറിന് ഒരു ഭാഗിക നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. നമ്മൾ സാധാരണ HCl ഇങ്ങനെ എഴുതാം, H സിംഗിൾ ബോണ്ട് Cl, സിംഗിൾ ബോണ്ടാണ്, ഒരു പെയർ ഇലക്ട്രോൺ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്ത് പങ്കുവെച്ചത്. സാധാരണ HCl ഇങ്ങനെ എഴുതും. എന്നാൽ ഇവിടെ ഈ ഇലക്ട്രോണുകളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ ആ പാർഷ്യൽ നെഗറ്റീവ് ചാർജിനെ നമ്മൾ ഡെൽറ്റ നെഗറ്റീവ് എന്ന് വിളിക്കുക. ഡെൽറ്റ നെഗറ്റീവ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ മൈനസ് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ക്ലോറിന് കിട്ടും. ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഒരു ഭാഗിക നെഗറ്റീവ് ചാർജ് ക്ലോറിന് കൈവരുന്നു. എന്തുകൊണ്ട് ക്ലോറിന് നെഗറ്റീവ് ചാർജ് കൈവരുന്നു? ക്ലോറിന് ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യും? കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഈ ബന്ധിത ഇലക്ട്രോൺ ജോഡിയെ കൂടുതലായിട്ട് ക്ലോറിൻ
ആകർഷിക്കുന്നു. ക്ലോറിൻ ആറ്റം ഹാവിങ് എ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്സ് ന്യൂക്ലിയസ്. അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ ഇതിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ എന്താ ഹൈഡ്രജന്റെ അവസ്ഥ? ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും. കാരണം ഇവിടുന്ന് ഇലക്ട്രോൺ അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ആണ്, ഭാഗിക നെഗറ്റീവ് ചാർജ് ആണ് വരിക. അതിന് നമ്മള് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ പോസിറ്റീവ് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. നോക്കുക, ക്ലോറിൻ ഡെൽറ്റ മൈനസ്, ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുക, റൈറ്റ് ദ പോളാർ നാച്ചർ ഓഫ് HCl. HClന്റെ പോളാർ സ്വഭാവം എഴുതുക. നിങ്ങൾ ഇത്ര മാത്രമേ എഴുതുള്ളൂ. H ഡെൽറ്റ പ്ലസ് Cl ഡെൽറ്റ മൈനസ്. അതിൽ ബോണ്ട് ഉണ്ട്, HCl എന്ന് എഴുതാ, H ബോണ്ട് Cl എന്ന് എഴുതാ, എന്നിട്ട് ഡെൽറ്റ പ്ലസ് എന്ന് എഴുതാ, ഡെൽറ്റ മൈനസ് എന്ന് എഴുതാ. അത്രേ എഴുതുള്ളൂ. HClന്റെ പോളാർ സ്വഭാവം. പോളാർ സ്വഭാവം വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ, പോളാർ സ്വഭാവം എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതുന്നുള്ളൂ. റൈറ്റ് ദ പോളാർ നാച്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതുന്നുള്ളൂ. എക്സ്പ്ലെയിൻ ദ പോളാർ നാച്ചർ ഓഫ് HCl. HClന്റെ പോളാർ സ്വഭാവം വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം, ഇത് വരയ്ക്കണം ഇതേപോലെ വരച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് പറയണം? ക്ലോറിൻ ഹാവിങ് എ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി, then this attract the bonded pair of electrons to its nucleus. As a result, the atoms, chlorine atom develops a partial negative charge. ഇത്രയും നിങ്ങൾ എഴുതി വെക്കണം. അതായത് ക്ലോറിൻ ആറ്റത്തിന് ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ക്ലോറിൻ ആറ്റം ബന്ധിത ഇലക്ട്രോൺ ജോഡികളെ കൂടുതലായി ആകർഷിക്കുന്നു. അതുകൊണ്ട് ക്ലോറിൻ ആറ്റത്തിന് ഒരു ഭാഗിക നെഗറ്റീവ് ചാർജ് കൈവരുന്നു. എന്നിട്ട് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ ഉത്തരം ആയി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമുക്കറിയാം. HCl മാത്രമല്ല, അതുപോലെ HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, അതുപോലെ HBr ഹൈഡ്രജൻ ബ്രോമൈഡ്, അതുപോലെ H2O ജലം, ഇതൊരു പോളാർ കോമ്പൗണ്ട് ആണ്, ജലം, അതുപോലെ NH3. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് പോളാർ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. പോളാർ കോമ്പൗണ്ട്സ്, പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുക. ഈ ഒരു ക്യാരക്ടറാണ് പോളാർ നാച്ചർ എന്നറിയപ്പെടുന്നത്, പോളാർ സ്വഭാവം. പോളാർ നാച്ചർ എവിടെ മാത്രം ഉണ്ടാവുക? കോവാലന്റ് ബോണ്ടിൽ, സഹസംയോജക ബന്ധനത്തിലാണ് പോളാർ നാച്ചർ ഉണ്ടാവുക. കാരണം ഷെയർ ചെയ്താലല്ലേ ഒരാൾ കൂടുതലും കുറവ് അട്രാക്ട് ചെയ്തു. ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ അവിടെ ആ പ്രശ്നം വരുന്നില്ല. കോവാലന്റ് കോമ്പൗണ്ടിൽ മാത്രമുള്ളൊരു പ്രോപ്പർട്ടിയാണ് പോളാർ നാച്ചർ, പോളാർ സ്വഭാവം. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? പോളാർ കോമ്പൗണ്ട്സ്, പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത്. വാട്ട്സ് പോളാർ കോമ്പൗണ്ട്സ്? The compounds having partial electrical charges are called polar compounds. ഭാഗിക വൈദ്യുത ചാർജുള്ള സംയുക്തങ്ങളാണ് പോളാർ സംയുക്തങ്ങൾ. ഒരു പാർഷ്യൽ ചാർജ് അല്ലേ കിട്ടുന്നത്? നോക്കിയേ, ഇവിടെ പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്, ഭാഗികമായ വൈദ്യുത ചാർജ് ലഭിക്കും. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ പോളാർ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. ഒന്നുകൂടെ പറയാം മക്കളെ, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഫ്ലോറിൻ സാധാരണ പോലെ ഡൈആറ്റോമിക് ആണ്. ഈ ഷെയർഡ് പെയർ ഇലക്ട്രോണിനെ, ബന്ധിത ഇലക്ട്രോൺ ജോഡിയെ രണ്ട് ന്യൂക്ലിയസും ഒരേപോലെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ചാർജ്, അവിടെ ഒരു പാർഷ്യൽ ചാർജ്, അങ്ങനത്തെ പ്രോബ്ലം അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ ഡിഫറൻ്റ് ആയ ആറ്റം, കോവാലന്റ് ബോണ്ടിങ്ങിലെ സഹസംയോജക ബന്ധനത്തിലെ വ്യത്യസ്ത ആറ്റങ്ങളാണെങ്കിൽ അവയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഡിഫറൻ്റ് ആയതുകൊണ്ട്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ വ്യത്യസ്തമായതുകൊണ്ട് ആ പെയർ, ഇലക്ട്രോൺ പെയറിനെ അത് ആകർഷിക്കുന്നത് ഡിഫറൻറ്റ് വാല്യൂ വെച്ചിട്ടാണ്, വ്യത്യസ്ത വില വെച്ചിട്ടാണ് അവർ ആകർഷിക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ 2.20 ആണ്, ക്ലോറിൻ 3.16 ആണ്. ക്ലോറിൻ ആണ് ഹയർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത്. ക്ലോറിൻ ആണ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ക്ലോറിൻ കൂടുതൽ അട്രാക്ട് ചെയ്യുമ്പോൾ ക്ലോറിനെ ഇലക്ട്രോണിന്റെ ചാർജായ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ക്ലോറിന് വരുന്നു. നമ്മൾ Cl ഡെൽറ്റ മൈനസ് എന്ന് മാർക്ക് ചെയ്തു. ഡെൽറ്റ ഡെൽറ്റ DELTA ഡെൽറ്റ 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 മൈനസ് എന്ന് വന്നു. ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവ് എന്നും വന്നു. ഇങ്ങനെയാണ് HClന്റെ പോളാർ നാച്ചർ നമ്മൾ മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഈ
മോളിക്യൂൾ ഉണ്ടോ, ഈ H2O, NH3 ഇങ്ങനെയുള്ള പോളി അറ്റോമിക് മോളിക്യൂളാണ്. പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇവിടെ 2 ആറ്റം മാത്രമേ ഉള്ളൂ, ഒരു H ഒരു F, ഒരു H ഒരു Br, ഒരു H ഒരു Cl. എന്നാൽ ഇവിടെ കൂടുതലായി 2 H ഓരോ 3 H ഒരു N, ഇങ്ങനെയുള്ളവയാണ് പോളി അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാം. ഇങ്ങനെ പോളി അറ്റോമിക് മോളിക്യൂൾ എന്നാൽ അവിടെ ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. നിങ്ങൾ വലിയ ക്ലാസ്സിലെ പഠിക്കുക, ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ മോളിക്യൂളിലേക്ക് ഇങ്ങനെയൊക്കെ ഷേപ്പിലൊക്കെ മോളിക്യൂൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ജോമെട്രിക്കൽ ഷേപ്പും ഇതിന്റെ പോളാർ നേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഷേപ്പാണ് ഉണ്ടാവുക, അതും പോളാർ നേച്ചറിനെ അതിന്റെ പ്രോപ്പർട്ടിയെ എഫക്ട് ചെയ്യുന്നത്. നമുക്കൊരു H2O എടുത്തിന് വാട്ടർ എടുത്തിന് വാട്ടറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്, നോർമൽ ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിൽ അത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടറിന്റെ പോളാർ നേച്ചറിനൊക്കെ കാരണം ഈ ജോമെട്രിക്കൽ ഷേപ്പ് കൂടെ അതിന് കാരണമായിട്ട് വരുന്നുണ്ട്, പോളാർ നേച്ചറിന് കാരണമായിട്ട് വരുന്നുണ്ട്. ഇൻ എ പോളി അറ്റോമിക് മോളിക്യൂൾ ദ ജോമെട്രിക്കൽ ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഈസ് ഓൾസോ ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻ ഇറ്റ്സ് പോളാർ നേച്ചർ. ഒരു പോളി അറ്റോമിക് സംയുക്തമാണെങ്കിൽ അവയുടെ ജോമെട്രിക്കൽ ഷേപ്പും പോളാർ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു വേണ്ട, അത് ജസ്റ്റ് ഒരു പോയിന്റ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു മാത്രം. ഇനി കുഞ്ഞിലെ നമ്മൾ അയോണിക് കോമ്പൗണ്ട് പഠിച്ചു, കോവാലന്റ് കോമ്പൗണ്ട് പഠിച്ചു, അയോണിക സംയുക്തം പഠിച്ചു, സഹസംയോജക സംയുക്തം പഠിച്ചു. ഇവയ്ക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട്. ടെക്സ്റ്റിലെ ടേബിൾ 2.7 ശരിക്കും നോക്കുക. അതിൽ അയോണിക സംയുക്തങ്ങളുടെ ചില സവിശേഷതകളും അതുപോലെ സഹസംയോജകം കോവാലന്റ് കോമ്പൗണ്ട്സിന്റെ ചില ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണം. അതിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞൊന്ന് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഉപ്പ്, നമുക്കറിയാം ഉപ്പ് അയോണിക്കാണ്, അയോണിക സംയുക്തമാണ്. മെഴുക്, വാക്സ്, മെഴുക് സഹസംയോജകമാണ്. ശരിക്കും മനസ്സിലാക്കുക, ഉപ്പ് അയോണികമാണ്, മെഴുക് വാക്സ് സഹസംയോജകമാണ്. അപ്പൊ അതിൽ ഓരോന്നിനും ക്യാരക്ടർ പറയുമ്പോൾ ഒന്ന് ഉപ്പിനെ പറ്റി പറയുന്നു, അപ്പുറത്ത് വാക്സിനെ പറ്റി പറയുന്നു. അതായത് അതിന്റെ സ്റ്റേറ്റ് നോക്കാം, അവസ്ഥ. നമുക്കറിയാം ഉപ്പ് സോളിഡാണ്, സാധാരണഗതിയിൽ സോളിഡാണ്. എന്നാൽ വാക്സ് നമുക്ക് എന്താ ചെറിയ ടെമ്പറേച്ചർ ലിക്വിഡാണ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 സ്റ്റേറ്റിലും നമുക്ക് ഏത് കിട്ടാം? നമുക്ക് സഹസംയോജക സംയുക്തങ്ങൾ കോവാലന്റ് ബോണ്ട് 3 സ്റ്റേറ്റിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ മറ്റൊന്ന് സോളിബിലിറ്റി ഇൻ വാട്ടർ. സാധാരണ ഉപ്പ് എന്ത് ചെയ്യും? ഡിസോൾവ് വാട്ടറിൽ സോളിബിൾ ആണ്. എന്നാൽ സഹസംയോജകം കോവാലന്റ് ബോണ്ട് ഇൻസോളിബിൾ ആണ് സാധാരണ. പക്ഷെ കെറോസിനിലും കാർബൺ ടെട്രാക്ലോറൈഡിലും ബെൻസീനിലും ഒക്കെ കോവാലന്റ് ബോണ്ട് സഹസംയോജകം ഡിസോൾവ് ആവാറുണ്ട്, ലയിക്കാറുണ്ട്. അപ്പം ഒന്ന് സോളിബിൾ ആണ്, ലയിക്കും, ജലത്തിൽ ലയിക്കും, മറ്റത് ജലത്തിൽ ലയിക്കുന്നില്ല. ആരാ ലയിക്കുക? അയോണികം ലയിക്കുന്നു, സഹസംയോജകം കോവാലന്റ് ലയിക്കുന്നില്ല. മറ്റേ നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞാൽ ഉപ്പ് സോളിഡ് ആയിരിക്കുമ്പോൾ കണ്ടക്ടർ അല്ല, എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റിലാവുമ്പോൾ അതുപോലെ മോൾട്ടൺ, ഉരുക്കം, ചൂടാക്കി ഉരുകുമല്ലോ, ഉരുക്കിയാൽ മോൾട്ടൺ സ്റ്റേറ്റ്, ഉരുകിയ അവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടും. അല്ലെങ്കിലോ വെള്ളത്തിൽ ലയിച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അത് അക്വസ് സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ, ജലീയ ലായനി ആയിരിക്കുമ്പോഴും അത് കണ്ടക്ടറാണ്, വൈദ്യുതി കടത്തിവിടും. നമുക്ക് അയോണിക സംയുക്തങ്ങൾ, അയോണിക് കോമ്പൗണ്ട്സ് അക്വസ് സൊല്യൂഷൻ ആയിരിക്കുമ്പോഴും മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോഴും കണ്ടക്ടറാണ്. എന്ന് വെച്ചാൽ ജലീയ ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു. എന്നാൽ കോവാലന്റ് സഹസംയോജകം സാധാരണഗതിയിൽ അവർ ഇൻസുലേറ്റർ ആണ്, നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി കടത്തിവിടുന്നില്ല, അവ കുചാലകങ്ങൾ ആണ്. മറ്റൊന്ന് അവയുടെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ദ്രവനിലയും തിളനിലയും. പൊതുവെ ദ്രവനിലയും തിളനിലയും വളരെ കൂടുതലാണ് അയോണിക സംയുക്തങ്ങൾ. അയോണിക് ബോണ്ട് ഹാവിങ് ഗ്രേറ്റർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എന്നാൽ വാക്സ് പോലെയുള്ള കോവാലന്റ് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ വെരി ലോ ആണ്, വളരെ താഴെയാണ് ദ്രവനിലയും തിളനിലയും. ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ആർ വെരി ലോ ഫോർ കോവാലന്റ് കോമ്പൗണ്ട്. നിങ്ങൾ ആ 2.7 എന്ന ടാബിൾ ജസ്റ്റ് നോക്കിയാൽ അത് മനസ്സിലാവും. അത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക, നോട്ട് എഴുതിയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് നോക്കുകയാണെങ്കിൽ പോളാർ കോമ്പൗണ്ട്സ്, പോളാർ നേച്ചറാണ് പറഞ്ഞത്, പോളാർ കോമ്പൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞു.
അപ്പോൾ കോവാലന്റ് കോമ്പൗണ്ട് സഹസംയോജക ബന്ധനത്തിൽ മാത്രമാണ് പോളാർ നാച്ചർ ഉണ്ടാവുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞു. എങ്ങനെയാണ് HCl മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡെൽറ്റ പ്ലസ്, എച്ചിൻ്റെ മേലെ ഡെൽറ്റ പ്ലസ് വരും, ബോണ്ട് Clന്റെ മേലെ ഡെൽറ്റ മൈനസ് വരും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക, നോട്ടിലേക്ക് എഴുതിയിട്ട് കയ്യിൽ വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ